ഖമനേയ്ക്ക് വിട നൽകാൻ ഇറാൻ ഇന്ന് വൈകിട്ട് ടെഹ്റാനിൽ പൊതുദർശനം. നാളെ വിലാപയാത്രയായി ഖൗമിലേക്ക്. ചടങ്ങുകൾക്കിടയിലും ഇറാനെ പരിഹസിച്ച് ട്രംപ്. സംസ്കാരത്തിന് ഒത്തുചേരുമ്പോൾ എല്ലാവരെയും ഒറ്റ ഷോട്ടിന് തീർക്കാൻ കഴിയുമെന്ന് ട്രംപ്. തമ്മിലടി ഒഴിയാതെ താരസംഘടന. തന്റെ പോരാട്ടം പവർ ഗ്രൂപ്പിനെതിരെയെന്ന് ശ്വേത മേനോൻ. സംഘടനയിൽ ചിലർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തി. നിശബ്ദയാക്കാൻ ശ്രമിച്ചാൽ പിന്നോട്ടില്ലെന്നും ശ്വേത. കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി മോഹൻലാൽ. വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ച ഉദ്യോഗസ്ഥർ. താരത്തിന്റെ കൈവശമുള്ളത് 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളും. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് മൊഴി മാറ്റി പെൺകുട്ടി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതായി പോലീസ്. കോഴിക്കോട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കൊടുവള്ളി താന്നിരിക്കംപൊയിൽ പ്രസാദ്. ജ്യേഷ്ഠൻ പ്രമോദ് കസ്റ്റഡിയിൽ. വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഇന്ന് കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട്. മഴ ശക്തമായതോടെ അടിമാലി ലക്ഷം വീട് കോളനിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ സമരം. പകർച്ചവ്യാധി ഭീഷണിയിൽ തലസ്ഥാനം. നഗരത്തിലും ദേശീയപാതയിലും ജലസ്രോതസ്സുകളിലും വൻ മാലിന്യ ശേഖരണം. ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ കടുത്ത നടപടികളിലേക്ക് റവന്യൂ വകുപ്പ്. ഭൂമി കയ്യേറി ഏലം കൃഷി ചെയ്തവർക്ക് നോട്ടീസ്. 7 ദിവസത്തിനകം ഒഴിയണമെന്ന് നിർദ്ദേശം. പാരഗ്വേ തകർത്ത് ഫ്രാൻസ് ലോകകപ്പ് ക്വാർട്ടറിൽ. പെനൽറ്റി ഗോളടിച്ച് എംപാപ്പെ. കാനഡയെ കീഴടക്കി മൊറോക്കോയും ക്വാർട്ടറിൽ.